ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 2-ാം വാരം വെള്ളിയാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. വചനം പറയുന്നതനുസരിച്ച് യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്ത് വിളിച്ച് അവരിൽ നിന്നും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിന് ഇഷ്ടമുള്ളവരാരൊക്കെയാണ്. ഞാൻ പറയും, ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ക്രിസ്തു. കാരണം താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തന്നോട് എന്നും ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവ് വിളിക്കുന്ന ആർക്കും വേണ്ടാത്ത കുറച്ച് മീൻപിടുത്തക്കാരെ, കുറച്ച് ചുങ്കക്കാരെ, കുറച്ച് തീവ്രവാദികളെ, ആർക്കും വേണ്ടാത്തവരായിട്ട് സമൂഹത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെയാണ്, പ്രത്യേകിച്ച് കഴിവെന്ന് പറയാൻ പോലും ഇല്ലാത്തവർ. ഇവരെയാണ് കർത്താവ് വിളിച്ചേക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഈ സെലക്ഷൻ തെറ്റാണോ? ആക്ച്വലി കർത്താവിൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. കാരണം വചനത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ശക്തമായിട്ട് സഭയെ മുന്നോട്ട് നയിക്കുന്ന ഈ അപ്പോസ്തലന്മാരെ. ആകെ ഒരു ഇച്ചിരി വ്യത്യാസം വന്നത് യൂദാസിൻ്റെ കാര്യത്തിലാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും കൃത്യമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു. അവരെല്ലാവരും അടിപൊളിയായി, ആദ്യം തന്നെ കഴിവില്ലായിരുന്നെങ്കിലും അവരെല്ലാവരും അടിപൊളിയായി മാറിയത് എന്തുകൊണ്ടാണ്? അത് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്ന ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. തൻ്റെ ഒപ്പമായിരിക്കുക, വചനം പ്രഘോഷിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അപ്പോസ്തലന്മാർ ഈ 3 സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്തത് കൊണ്ടാണ് അവരും കർത്താവിനെ പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് രക്ഷ എത്തിക്കുന്നവരായിട്ട് മാറിയത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, ഓരോ കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോഴും കർത്താവ് പ്രത്യേകമായിട്ടും നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. തനിക്കിഷ്ടമുള്ളവരാണ് നമ്മളെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഏറ്റവും ആദ്യത്തേത്, കർത്താവിൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ കർത്താവിൻ്റെ ഒപ്പം സമയം ചെലവഴിക്കുന്നവരായിട്ട് മാറണം. രണ്ടാമത്തേത് ബൈബിളാണ്, വചനമാണ്. ആ വചനം പ്രഘോഷിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ചെറിയ പ്രയത്നങ്ങളാണ് കർത്താവിന് വിലപ്പെട്ടതായിട്ട് മാറുന്നത്. മൂന്നാമത്തേത്, പിശാചുകളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോട് ജീവിക്കുക, പാപത്തെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങ് പ്രത്യേകമായിട്ടും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രത്യുത്തരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.